ഉപജീവന മാർഗമായ തോടുകളിലും കനാലുകളിലും കായലുകളിലും അടക്കം പിടിമുറുക്കുന്ന നീർപ്പോളകൾ ആലപ്പുഴ നിവാസികളുടെ എക്കാലത്തെയും തലവേദനയാണ്. യഥാസമയം നീർപ്പോളകൾ നീക്കം ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കർമ്മപദ്ധതി കൊണ്ടുവരണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നീർപ്പോളകളെ നീക്കം ചെയ്യാൻ കൊണ്ടുവന്ന പദ്ധതികൾ പൂർണ്ണമായും ഫലം ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം. വ്യാപാരത്തിനും ഉപജീവനത്തിനും എന്നും വേണ്ട നിത്യജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഉൾനാടൻ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നവരാണ് ആലപ്പുഴയിലെ ജനങ്ങൾ. കനാലുകളിലും തോടുകളിലും നീർപ്പോളകൾ വളർന്നു മുറ്റിയതോടെ അവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. കൊളോണിയൽ വാഴ്ചയ്ക്ക് അറുതി വരുത്തിയിട്ട് 79 വർഷങ്ങൾ പിന്നിട്ടു. പക്ഷേ ഇപ്പോഴും അതേ അധിനിവേശ സ്വഭാവവുമായി ഒരു ജലസസ്യം നമ്മുടെ ജലാശയങ്ങളെ മലിനമാക്കുന്നു. പോണ്ടേഡാരിയ ക്രാസിപ്പസ് എന്ന വാട്ടർ ഹൈസിന്ത് 80കളിൽ കൊൽക്കത്തയിൽ ഒരു കുളത്തിൽ ബ്രിട്ടീഷുകാർ അലങ്കാരത്തിന് വേണ്ടി നട്ടുപിടിപ്പിച്ചതാണ് ഈ കളയെ. ഇളം മെറൂൺ നിറത്തിലുള്ള പൂവ്. പിന്നീട് അത് നമ്മുടെ ജലാശയങ്ങളെ ഒന്നാകെ കീഴടക്കി. ടെറർ ഓഫ് കൊൽക്കത്ത എന്നൊരു പേരും ഈ ജലസസ്യത്തിനുണ്ട്. ജലഗതാഗതത്തിന് കൂടുതലായി ഉപയോഗിക്കുന്ന ചുങ്കം പള്ളാത്തുരുത്തി കനാലിലാണ് പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. ഒരു തരത്തിലും ആളുകൾക്ക് പോകാനോ വരാനോ അല്ലെങ്കിൽ വള്ളത്തിൽ പോയി സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരാനോ മറ്റു കാര്യങ്ങൾക്കൊന്നിനും ഒരു തരത്തിലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിപ്പം മുനിസിപ്പാലിറ്റി ആണെങ്കിലും സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു മിഷൻ ഒരു യന്ത്രം ഇടപെട്ടുകൊണ്ട് ഇത് ക്ലീൻ ചെയ്ത് മാറ്റും. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇത് പോളെ അടിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുട്ടനാട് അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും തുരുത്തുകളിൽ നിന്നും ആളുകൾ ആലപ്പുഴയിലേക്ക് സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനുമായി വരുന്നത് വള്ളത്തിലൂടെയാണ്. കുട്ടനാട് മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ചെറുവള്ളത്തിലാണ് വരുന്നത്. ആ വള്ളത്തിലൊന്നും ഇപ്പോൾ ആൾക്കാർ അവിടെ വന്ന് വള്ളം കെട്ടിയിട്ട് പൈസ മുടക്കി ഓട്ടോറിക്ഷയിൽ കയറിയാണ് പടിഞ്ഞാറ് പോയി സാധനം വാങ്ങുന്നത്. ആ ഒരു ബുദ്ധിമുട്ടാണ്, ഡബിൾ ചിലവാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് ചെയ്യേണ്ട ശാശ്വതമായ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറച്ച് വാരും വീണ്ടും പഴയ കുറച്ച് 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ വരിക. പരിഹാരമില്ല. ഇവർക്ക് പുറമെ മത്സ്യബന്ധനത്തിലൂടെയും കക്കവാരലിലൂടെയും ജീവിക്കുന്ന തൊഴിലാളികൾക്കും പ്രതിസന്ധിയുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തേണ്ട വള്ളങ്ങൾ ഇരട്ടി സമയമെടുത്താണ് ഇപ്പോൾ യാത്ര. കുറഞ്ഞ സമയം കൊണ്ട് വളർന്നു പന്തലിച്ച് ഒരു ജലാശയത്തെ ആകെ മൂടിക്കളയാൻ കഴിയും ഇവയ്ക്ക്. അടിയിൽ വെള്ളമുണ്ടെന്നറിയാതെ പച്ചപ്പിൽ കാലുവെച്ചാൽ അകപ്പെടുന്നത് വലിയ കെണിയിലാകും. ഇപ്പം അപ്പുറത്ത് ഞാനൊരു വള്ളം വലിച്ചു കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. ഇത് കണക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കെയർ ഓഫിൽ ഈ പോള എടുക്കുന്ന യന്ത്രം അവിടെ കിടപ്പുണ്ട്. അത് വെറുതെ കിടക്കുക. ഒരാൾ രാവിലെ അതിൻ്റെ അകത്ത് വന്നിരിക്കും. ചോദിക്കുമ്പോൾ പറയുന്നത് അതിന് പെട്രോളില്ല. അവനെന്തെങ്കിലും ഒരു ഇച്ചിരി വലിച്ചിട്ടേച്ചും പോവും. ഇത് വരുന്നതിന് മുമ്പ് ഈ മുനിസിപ്പാലിറ്റി നമ്മുടെ ഈ നാട്ടിൽ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരെ 2-3 ദിവസം പണിയിച്ചിട്ട് പിന്നെ അവരെ നേരെ തൊഴിലുറപ്പും ഇല്ലെന്ന്. ചെറിയ വള്ളങ്ങൾ ഈ ഇറമ്പി പിടിക്കുന്ന പോള വെട്ടി വിടുക, ഇതങ്ങ് പോകും. ഇത്ര കാട് വരത്തില്ല. ഇത് ആവത്തുമില്ല ഇവിടെ. മനസ്സിലായി. അത് ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്യണം. അവർ 2 ചെറിയ വള്ളങ്ങളായിട്ട് 2 പേരെ നിർത്തുവാണെങ്കിൽ അത് ഇതിന് നല്ല തീരുമാനമാവും. ഈ നീർപ്പോളകളെ ഉപയോഗിച്ചുകൊണ്ട് ബയോഡീസലും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിലും അതിന്റെ ചെറിയ ചില മാതൃകകൾ പരീക്ഷിക്കുന്നു. അത്തരം സ്ഥാപനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പോളകൾ കൊണ്ടുപോകും. പക്ഷേ അതുകൊണ്ടൊന്നും ഇവയെ പൂർണ്ണമായും തുരത്താൻ സാധിക്കുന്നില്ല. നഗരസഭയുടെ പോളനീക്കൽ യന്ത്രങ്ങൾ പലയിടത്തും കാണാം. എന്നാൽ ഇത് ഫലപ്രദമാകണമെങ്കിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ ചെറിയ യന്ത്രങ്ങൾ കൂടുതലായി ഇറക്കേണ്ടതുണ്ട്. സന്നദ്ധ സംഘടനകളിൽപ്പെട്ട ചിലർ പോള നീക്കലിന് രംഗത്തെത്താറുണ്ട്. വൻതോതിൽ പോളകൾ ജലാശയത്തിൽ കുന്നുകൂടിയതിനു ശേഷം മാത്രമേ അധികാരികൾ ഇടപെടുന്നുള്ളൂ എന്നാണ് ജനങ്ങളുടെ പരാതി. 1ൽ നിന്ന് 10ഉം 10ൽ നിന്ന് 100ഉം 1000ഉം 10000ഉം ലക്ഷവും ഒക്കെയായി വളർന്നു പന്തലിക്കുന്ന അതിവേഗത്തിൽ വികസിക്കുന്ന ഈ കളകളെ തുരത്താൻ, ഈ പോളകളെ തുരത്താൻ തുടർച്ചയുള്ളതും സംഘടിതവുമായ ശ്രമങ്ങൾ തന്നെ വേണം. അതിന് രൂപം കൊടുക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും. ക്യാമറാമാൻ ഷിബിൻ ബഷീറിനും സായിക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.